നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് മഹാശനിമാറ്റ ഫലമായി വൃശ്ചികക്കൂറുകാർക്കുണ്ടാകുന്ന ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി കഴിഞ്ഞ് 5-ാം ഭാവത്തിലേക്ക് ശനി എത്തുകയാണ്. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുക വഴി ഗ്രന്ഥങ്ങളിൽ പുത്രവിരോഹമാണ് ഫലമായി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. വൃശ്ചികക്കൂറുകാർ സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും അവഗണിക്കാതിരിക്കുക. വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും നഷ്ടങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ധനവും സമയവും ഒക്കെ ചെലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. തടസ്സങ്ങളെയൊക്കെ ഈശ്വരാധീനം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈശ്വരനെ കൂടുതലായിട്ട് വിളിക്കേണ്ട സമയമാണ്. അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ട കാലം കൂടിയാണ്. ശരിയായ തീരുമാനത്തിലൂടെ തക്ക സമയത്ത് ചെയ്തു തീർക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ഫലം കണ്ടെത്തുന്നതാണ്. ക്ഷമ, വിനയം തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എല്ലാവരുടെയും ആദരവ് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഭൗതിക ജീവിതത്തിനൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്ത കൂടി സമന്വയിപ്പിക്കുന്നത് മനസ്സമാധാനത്തിനും ജീവിതത്തിൽ വിജയിക്കാനും ഒക്കെ സാഹചര്യം നൽകും. ഇത്രയും കാര്യങ്ങളാണ് മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട് വൃശ്ചികക്കൂറുകാരുടെ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.